കോട്ടയം ഈരാറ്റുപേട്ടയിൽ മീനച്ചിലാറിന് കുറുകെയുള്ള നടപ്പാലം തകർന്നു. ഇളപ്പുങ്കൽ കാരക്കാട് നടപ്പാലമാണ് തകർന്നത്. ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് ഇത്. ജ്യോതിഷ് മോഹനൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജ്യോതിഷ്, അങ്ങനെ മഴ മാറി ഒരു ഭാഗത്തു നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോഴും മഴക്കെടുതികൾ അത് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് തകർന്നു വീണിട്ടുള്ളത്. വിവരങ്ങൾ ഭദ്ര, തീർച്ചയായിട്ടും മഴക്കെടുതികൾക്ക് യാതൊരു കുറവുമില്ല. അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ മീനച്ചിലാറിന് കുറുകെയുള്ള ഒരു നടപ്പാലമാണ് ഇത്. ഇളപ്പുങ്കൽ കാരക്കാട് പാലമാണ്, നടപ്പാലമാണിത്. ഈ രണ്ട് കരകളെ ഇറുപ്പങ്കലും അതുപോലെ തന്നെ കാരക്കാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം. ആളുകൾക്ക് നടന്നു പോകാനും മറ്റും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാലമാണിത്. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈക്കുകൾ മാത്രം, ബൈക്കോ സ്കൂട്ടറോ മാത്രം ഒന്ന് കയറിപ്പോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പാലമാണിത്. 2018 പ്രളയത്തിൽ ഒരു തവണ തകർന്നു പോയ ഒരു പാലമാണ്. പിന്നീട് 2021 നാട്ടുകാരുടെ എല്ലാം ആവശ്യപ്രകാരം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇതായി വന്നത് പാലമാണ്. ഒന്നുകൂടെ പുനർനിർമ്മിക്കുകയായിരുന്നു. അത് ഒരുപാട് സമരങ്ങളും ഒരുപാട് അപേക്ഷകളും എല്ലാം കൊടുത്തതിന് ശേഷമാണ് നാട്ടുകാർക്ക് അത്തരത്തിൽ ആ പാലം വീണ്ടും ഒന്ന് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചത്. ആ പാലമാണ് ഇപ്പോൾ വീണ്ടും തകർന്നു പോയിരിക്കുന്നത്. ഈ ഒരു മഴവെള്ള പാച്ചിലിനിടയിൽ ആ മീനച്ചിലാറിന്റെ ആ കുത്തൊഴുക്കിന് ഇടയിൽപ്പെട്ട ഈ പാലം തകർന്ന് വീഴുകയായിരുന്നു. ഞാൻ ജ്യോതിഷിലേക്ക് വരാം. ഇപ്പോൾ ഹിബ യൂസഫ് ചേരുന്നുണ്ട്, പൊതുപ്രവർത്തകയാണ്. ഹിബ, നമുക്കറിയാം, ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പാലത്തിന് വേണ്ടിയിട്ടുള്ളത്. അതിന്റെ പുനർനിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ഈ പാലം അത് വളരെ നിർണായകമാണ്. രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയായിരുന്നു അത് തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. നമുക്ക് 2021 പ്രളയത്തിൽ തകർന്ന പാലമാണ്. ആ പാലം നമ്മൾ 6 വർഷത്തോളം സമരം ചെയ്തിട്ടാണ് ആ പാലം പുനർനിർമ്മിച്ചത്. ഒരു നടപ്പാലമാണ്. നമുക്ക് ഇളപ്പുങ്കൽ കാരക്കാട് ബന്ധിപ്പിക്കുന്ന ആ നടപ്പാലം ജനങ്ങൾക്ക് ഒട്ടനവധി നൂറുകണക്കിന് കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കൊക്കെ ഉപയോഗിക്കുന്ന പാലം 4 വർഷത്തോളം സമരത്തിന് ശേഷമാണ് ആ പാലം നമുക്ക് നിർമ്മിച്ചു നൽകിയത്. ഈ പ്രളയത്തിൽ ആ പാലം വീണ്ടും ഒലിച്ചു പോയിരിക്കുകയാണ്. ആ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള അപാകതയെക്കുറിച്ചല്ല പറയുന്നത്. ആ പാലം നിർമ്മിച്ചതിന്റെ മുകളിലൂടെ ഒരു ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള 2 ട്രാൻസ്ഫോമർ ആ പ്രദേശത്തുണ്ട്. 2 ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള ഒരു കുടിവെള്ളത്തിന്റെ ടാങ്ക് ഉൾപ്പെടെ പല സംഭവവും ഒലിച്ചുപോയി. ആ കൂടെ ഈ പാലം ഒലിച്ചുപോയി. നമുക്ക് പറയാനുള്ളത്, പൊതുജനങ്ങൾ എന്ന നിലയിൽ പറയാനുള്ളത്, നിലവിൽ ആ പാലം എത്രയും പെട്ടെന്ന് തന്നെ യാത്രക്കാർക്ക് അത് സഞ്ചാര യോഗ്യമാക്കിയ ഒരു പാലമാണ്. അത് നിർമ്മിച്ചു തരുവാൻ വേണ്ടി സർക്കാർ, ഗവൺമെന്റ്, മന്ത്രിസഭ എത്രയും പെട്ടെന്ന് ആലോചിച്ച് ഇത് നടപ്പാക്കി തരണമെന്നാണ്. ഹിബ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ അപാകതകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണല്ലേ നിർമ്മാണ ഘട്ടത്തിൽ? അപാകതകളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പോഴത്തെ പ്രളയം എന്ന് പറഞ്ഞാല് 1958 അതേ പ്രളയമാണ് ഇപ്രാവശ്യം ശരിക്കും പ്രളയം ഉണ്ടായത്. മലയോര മേഖലയിലുള്ള ശക്തമായ ഉരുൾപൊട്ടലിലാണ് പാലം ഒലിച്ചു പോയത്. നമ്മൾ അപാകതകൾ ഒരിക്കലുമില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടായ പ്രളയത്തിൽ അത് ഒലിച്ചു പോയതാണ്. ഇനി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഗവൺമെന്റ് അത് നേരിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് പറയാനുള്ളത്.